ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് അക്കാഡമി. ഇന്ന് നമ്മുടെ ടോപ്പിക് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഗവർണർ ജനറൽമാരെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ്മിൻ എന്ന് മെസ്സേജ് ചെയ്യാം. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പോകാം. അപ്പോൾ ഗവർണർ ജനറൽമാരിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിയെ നോക്കണം. ബംഗാളിലെ ആദ്യ ഗവർണർ ആര് എന്നൊക്കെ നോക്കണം. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നതാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. ജൂൺ 23 പ്രത്യേകത വിധവാ ദിനം ജൂൺ 23. ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23. ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ റോബർട്ട് ക്ലൈവ്. അടുത്ത പോയിന്റ് നോക്കാം. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം 1765. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. നവാബ് മേക്കർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ മിർ ജാഫർ. ഇപ്പോൾ എന്നിട്ട് നോക്കാം. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം 1765. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന മിർ ജാഫർ. അടുത്ത പോയിന്റ്. ബംഗാളിലെ അവസാന ഗവർണർ വാറൻ ഹേസ്റ്റിംഗ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണറായ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇപ്പോൾ നോക്കാം. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിംഗ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണറായ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. അടുത്ത പോയിന്റ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയപ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1784. ഒന്നും കൂടെ നോക്കാം. റിംഗ്സ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിംഗ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയപ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1784. അടുത്ത പോയിന്റ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ക്വിൻകിനേൻ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിൽ വരുത്തിയ വർഷം 1793. ഒന്നുകൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ക്വിൻകിനേൻ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1793. അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു.
റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ് പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി. അടുത്ത പോയിന്റ്, സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. 1806 വെല്ലൂർ കലാപം നടന്നപ്പോൾ ഗവർണർ ജനറൽ ജോർജ് ബാർലോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം. പിന്നീട് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. 1806 വെല്ലൂർ കലാപം നടന്നപ്പോൾ ഗവർണർ ജനറൽ ജോർജ് ബാർലോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം. അടുത്ത പോയിന്റ്, പിണ്ടാരി യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ മിന്റോ പ്രഭു. പേർഷ്യ പദവി നിർത്തലാക്കിയത് മിന്റോ പ്രഭു. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് പ്രഭു. ബോംബെ പ്രവിശ്യ സ്ഥാപിച്ച ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് പ്രഭു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക്. അങ്ങനെ നോക്കാം. പിണ്ടാരി യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ മിന്റോ പ്രഭു. പേർഷ്യ പദവി നിർത്തലാക്കിയത് മിന്റോ പ്രഭു. റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് പ്രഭു. ബോംബെ പ്രവിശ്യ സ്ഥാപിച്ച ഗവർണർ ജനറൽ ഹേസ്റ്റിംഗ് പ്രഭു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക്. അടുത്ത പോയിന്റ്, 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. ഒന്നുകൂടെ നോക്കാം. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. അടുത്ത പോയിന്റ്, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വില്യം ബെൻഡിക്. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ എലൻ ബെറോ. ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം 1843. ഇവിടെ നോക്കാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വില്യം ബെൻഡിക്. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ എലൻ ബെറോ. ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം 1843. അടുത്ത പോയിന്റ്, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. സാന്താൾ കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. സാന്താൾ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16.
ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഷിംല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ് ഡെസ്പാച്ച്. എന്നിട്ട് നോക്കാം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഷിംല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ് ഡെസ്പാച്ച്. അടുത്ത പോയിന്റ്, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത് കാനിങ് പ്രഭു. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ബോംബെ മുതൽ താനെ വരെ. നമ്മൾ നോക്കാം. ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത് കാനിങ് പ്രഭു. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിന് കരട് തയ്യാറാക്കിയത് ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് മുംബൈ മുതൽ താനെ. അടുത്ത പോയിന്റ്, വുഡ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് 1854. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. എന്നുകൊണ്ട് നോക്കാം. വുഡ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് 1854. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.